10th കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കൊണ്ട് IIT-കളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ കൂടെയുള്ളത് ഷഫീർ സാറാണ്. ഷഫീർ സാർ നമ്മുടെ XNYയുടെ JEE പ്രോഗ്രാമിൻ്റെ ഹെഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്, എസ്പെഷ്യലി JEE ഡൊമൈനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഷഫീർ സാർ, അപ്പോൾ ഇതിനു വേണ്ടി JEE പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. JEE പരീക്ഷയെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് അതിൻ്റെ ഡിഫറൻസ് സ്റ്റെപ്സ് എന്നുള്ളത്? JEE കുറിച്ച് ഇപ്പോൾ നമുക്ക് +2ൻ്റെ കൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, JEE എക്സാം എഴുതാം. അത് 2 സ്റ്റേജായിട്ടാണ് നടക്കുക. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആദ്യത്തേത് JEE മെയിൻ. അത് നമ്മുടെ കുട്ടികൾ +2 പഠിക്കുമ്പോൾ അവരുടെ ജനുവരിയിൽ ആദ്യം എഴുതാം, ഏപ്രിലിൽ എഴുതാം. ഈ 2 എക്സാം എഴുതി അതിലെ ബെസ്റ്റ് റിസൾട്ടാണ് JEE മെയിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് പരിഗണിക്കുക. ഈ എക്സാം ഏകദേശം ഒരു 15 ലക്ഷം കുട്ടികൾ എഴുതും. അതിലെ ഏറ്റവും സെലക്റ്റഡ് ആവുന്ന ഒരു ടോപ്പ് 2.5 ലാക്ക് കുട്ടികൾക്കാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുക. JEE അഡ്വാൻസ്ഡ് എക്സാം വഴിയാണ് നമുക്ക് IIT-കളിലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. JEE മെയിൻ വഴി NIT, IIIT, മറ്റ് ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടും. ഇതാണ് JEE മെയിൻ നമുക്ക് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള ഒരു എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട് ഓഫ് 300 ഒരു 60% മാർക്ക് കിട്ടിയാൽ നല്ല മാർക്കാണെന്ന് വിളിക്കാവുന്ന ഒരു എക്സാം ആണെങ്കിൽ, അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാംസിൽ ഒന്ന് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ഒരു റേഞ്ചിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40-45% മാർക്കാണ് അവിടുത്തെ 60%നോട് ഇക്വലൻ്റ് ആയിട്ട് വരിക. അതിനാണ് അവരുടെ ഡിഫറൻസ്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ JEEയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ കേരള എഡ്യൂക്കേഷൻ്റെ വളരെ മുമ്പിലാണെങ്കിൽ പോലും JEE എക്സാമിൽ വളരെ അത്ര നല്ല പെർഫോമൻസ് അല്ല പൊതുവേ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈയിടെയായിട്ട് JEE കിട്ടി അതിൽ IIT-യിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ടോപ്പേഴ്സിൻ്റെ എണ്ണം, അതായത് ഒരു JEE എക്സാമിൽ ടോപ്പ് 1000, ടോപ്പ് 2000 വന്ന് ഒരു കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഒരു ടോപ്പ് IIT-യിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്തായിരിക്കും ഇതിനുള്ള റീസൺ എന്നുള്ളത്? ഇപ്പം ഈ പറഞ്ഞത് കറക്റ്റാണ്. കാരണം JEE-യിൽ നമുക്കറിയാം കേരളത്തിൻ്റെ റിസൾട്ട് നമുക്ക് കേരളത്തിലെ ടോപ്പേഴ്സിനെ കാണാറുണ്ടെങ്കിലും നാഷണൽ ലെവലിൽ പലപ്പോഴും എന്തല്ല അവരങ്ങനെ ഏറ്റവും ടോപ്പിലാണെന്ന് ചിലപ്പോൾ പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു റീസൺ JEE എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്തുള്ള ഒരു ഇൻറ്റൻസിറ്റി തന്നെയാണ്. നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർ 100% ഓഫ് ദ ടൈമും JEEക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകളാണ്. മേ ബി വേറെ തന്നെ ഒരു സിസ്റ്റമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുമാണ് പല ആളുകളും. ഈ ടോപ്പ് 50-ലൊക്കെ എത്തുന്ന IIT ബോംബെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന പല ആളുകളും ആക്ച്വലി 10th ആകുമ്പോഴത്തേക്കും 12th സിലബസ് അടക്കം തീർത്ത ആളുകളാണ്. അവർ ഒളിമ്പിയാഡുകൾ എഴുതിയ ആളുകളാണ്, അങ്ങനത്തെ എക്സാമുകളൊക്കെ എഴുതിയ ആളുകളാണ്. അവരുടെ +1 +2 ചെയ്യുന്നത് വീണ്ടും സിലബസ് പഠിക്കുക എന്നുള്ളതായിരിക്കില്ല. മേ ബി ഇറിഡോവ് മുഴുവൻ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഹാൽഡെ റസ്നിക്കിൻ്റെ ബുക്ക് ചെയ്തു തീർക്കുക. ഇത്തരത്തിലുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും എക്സാമുകളുടെയും പ്രാക്ടീസ് ആയിരിക്കും ഈ കുട്ടികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രൂപത്തിലുള്ള കുറച്ച് ടാലൻറ്റിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കേരളത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 100-ലും 200-ലൊക്കെ ഒരുപാട് ആളുകൾ എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം മറ്റൊക്കെ. ഇനി നമ്മൾ ഒരു കുട്ടി 10th ശേഷമാണ് ആലോചിച്ച് തുടങ്ങുന്നത്. അയാൾ ഇപ്പോൾ ഈ വർഷം 10th എഴുതുന്ന സ്റ്റുഡൻസിന് നമുക്ക് എടുക്കാം. 2026-ൽ 10th എഴുതുന്നു. അപ്പോൾ 2028-ലാണല്ലോ JEE എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു കുട്ടിക്കുള്ള മുമ്പിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? അടുത്ത 2 വർഷം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? അടുത്ത 2 വർഷത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, വെക്കേഷൻ മുഴുവൻ എൻജോയ് ചെയ്തിട്ട് ഫുൾ A+ റിസൾട്ട് വന്നു, അതിൻ്റെ സമ്മാനങ്ങൾ വാങ്ങാൻ ഒരു മാസം നടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് JEE നീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വരുത്താൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 10th ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു 1 വീക്കൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ JEE പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടൊരു ഡിസംബർ ആകുമ്പോഴേക്കും നമ്മുടെ +1-ലെ സിലബസ് മാക്സിമം കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയത്ത് ചിലപ്പോൾ ബോർഡ് എക്സാം, സ്കൂളിലെ എക്സാമുകളുടെ തിരക്കൊക്കെ ഉണ്ടാകും. എന്നാലും +2 പാരലി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് +2 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ എൻഡിലൊക്കെ തന്നെ എന്ത് ചെയ്യുക, +2 കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഫൈനൽ 3 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി കിട്ടും. എന്നിട്ട് ജനുവരിയിലെ എക്സാം, ആദ്യത്തെ JEE മെയിൻ സെഷൻ തന്നെ ഒരു ഫൈനൽ എക്സാം ആയിട്ട് കണ്ടുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യുക, മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ആണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അധികം പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പോൾ അതിലാണ് നമുക്ക് ഏറ്റവും മുന്നിൽ ചാടാൻ സാധിക്കുക റാങ്കിൻ്റെ കാര്യത്തിൽ. സോ ജനുവരിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുക. പിന്നെ അഗെയിൻ +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വീണ്ടും എന്താണ്, +2 എക്സാം, ലാബ് എക്സാമുകളുടെ സമയമാണ്. നമുക്ക് സെഷൻ 2 വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റോഡ് മാപ്പ്. ആദ്യത്തെ ഒരു 1.5 വർഷം നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് ജനുവരിയിലെ JEE സെഷൻ ക്രാക്ക് ചെയ്തിട്ട് ഒരു NIT സീറ്റ് ഉറപ്പിക്കുക. പിന്നെ അങ്ങോട്ടുള്ള 4-5 മാസം നമുക്ക് സ്കൂളിലെ എക്സാമിനും അഡ്വാൻസ്ഡ് എക്സാമിനും വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും +2 തീർക്കണം. അതായത് 2027 സെപ്റ്റംബറിൽ +2 തീർക്കണം. അതേപോലെ തന്നെ നമ്മൾ
ഡിസംബർ ആകുമ്പോഴേക്ക് +1 തീർക്കണം എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്കൂളിംഗ് മാത്രം വെച്ച് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മളിപ്പോൾ പല സ്റ്റുഡൻസും ഒരു സെൽഫ് പ്രിപ്പറേഷനിലൂടെ IIT നേടാൻ സാധിക്കുമോ, അതല്ല ഓൺലൈൻ കോച്ചിങ് ആണോ, ഓഫ്ലൈൻ കോച്ചിങ് ആണോ, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണോ, എന്തെല്ലാമാണ് ഒരാളുടെ മുമ്പിലുള്ള ഒരു JEE പ്രിപ്പറേഷനുള്ള ഓപ്ഷൻസ്, അതിലേതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്? 4 ഓപ്ഷൻസാണ് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികളുടെ മുന്നിലുള്ളത്. അതിൽ ഒന്നാമത്തത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് ഓഫ്ലൈനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസുകളിൽ പഠിക്കുക. ബേസിക്കലി നമ്മൾ മുഴുവൻ സമയം എൻട്രൻസ് എക്സാമിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ എക്സ്പെൻസീവാണ്. എങ്ങനെ പോയാലും 2 വർഷത്തേക്ക് ഒരു 5-6 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന പ്രോഗ്രാമാണ്, സ്കോളർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ. സോ അവിടെ എക്സ്പെൻസും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഡിസിഷൻ എടുക്കാൻ. പക്ഷേ അത് വളരെ എഫക്റ്റീവാണ്, പ്രൊഡക്റ്റീവാണ്. എസ്പെഷ്യലി ഉച്ചവരെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സിസ്റ്റം അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ സിലബസ് തീർത്തുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ചെയ്ത പോലെ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നു, സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ മോർണിംഗ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നു. പക്ഷേ അവിടെ പലപ്പോഴും ഒരു JEE എക്സാമിന് വേണ്ട ഒരു ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കുട്ടികൾക്ക് ആലോചിക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് നല്ല ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുക, വളരെ സീരിയസ് ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ ഐദർ റെഗുലർ സ്കൂളിൽ ജോയിൻ ചെയ്യാം ഓർ ഓപ്പൺ സ്കൂളുകൾ, സ്കോൾ കേരള, NIOS ഒക്കെ പോലുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% ടൈം JEEക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്, വളരെ ചെറിയ ചിലവിൽ തന്നെ. സോ കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇതിൽ ഏത് ഡിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാം. കോസ്റ്റ് നോക്കുക, കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കുക. വളരെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവാത്ത, നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന, കണ്ടിന്യൂസ്ലി ഒരുപാട് ദിവസം ഫോക്കസ്ഡ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വീട്ടിലിരുന്നാലും നല്ല ഓൺലൈൻ കോഴ്സുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ X&Y ഓൺലൈൻ JEE പ്രോഗ്രാംസ് കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തുന്നുണ്ട്. അടുത്ത വർഷം മുതൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. ഈ X&Yയുടെ പ്രോഗ്രാംസ്, JEEക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്ന് വിശദമാക്കും. അതെങ്ങനെയാണ് മറ്റ് സ്ഥാപനങ്ങളുടെ പ്രോഗ്രാംസിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു JEE സിനാരിയോയിൽ നിന്ന് എങ്ങനെയാണ് അത് ഡിസ്റ്റിങ്വിഷ്ഡ് ആവുന്നത്? ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ 2 ടൈപ്പ് ഓഫ് ബാച്ചുകളാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടും നമ്മൾ ഒരുപാട് കുട്ടികളെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് ആ ഒരു പോളിസിയില്ല. വളരെ സെലക്റ്റഡ് ആയിട്ട് എക്സാം എഴുതി ഈ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് പിക്ചർ, എല്ലാ റിയാലിറ്റിയും പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കാറുള്ളത്. സോ ഈ 2 ബാച്ചുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചുകളും, പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ റൺ ചെയ്യുന്ന ബാച്ച്, അതിൻ്റെ കൂടെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡഡ് ബാച്ചും. ഈ 2 പ്രോഗ്രാമുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും JEE ബാച്ചുകൾ എന്ന് പറഞ്ഞ് റൺ ചെയ്യുന്ന പലതിനും JEE അഡ്വാൻസ്ഡ് എക്സാം വരെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഫാക്കൾട്ടീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാറില്ല. ആ ലെവൽ ഓഫ് എക്സാമിനേഷൻസ് കുട്ടികൾക്ക് റെഗുലറായിട്ട് വീക്ക്ലി ബേസിസിൽ നടക്കാറില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് IITians തന്നെ, ഇപ്പോൾ ഞാനും അജ്മൽ സാറും തന്നെ ലീഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് X&Y ലോഞ്ച് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ട് 2 വർഷത്തെ കംപ്ലീറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. പിന്നെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മെൻറ്റർഷിപ്പും എല്ലാം അടങ്ങുന്ന ഓൺലൈൻ പ്രോഗ്രാമിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാമുകളും മീറ്റപ്പുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാമും അവൈലബിൾ ആണ്. ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സ്കൂളിംഗ് എങ്ങനെയായിരിക്കും? ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കോൾ കേരളയിൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി അവർ ഗവൺമെൻറ് സ്കൂളുകളിലെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളായിരിക്കും. റെഗുലറായിട്ട് പഠിക്കുന്ന ആ കുട്ടികളുടെ കൂടെ തന്നെ ആനുവൽ എക്സാം എഴുതും, അതേ സർട്ടിഫിക്കറ്റ് കിട്ടും, പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൻ്റെ ഒരു ഭാരം, സ്കൂളിൻ്റെ ഒരു പ്രഷർ ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് JEEക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അവിടെ മറ്റ് സ്കൂളിംഗ്, ഫോർ എക്സാമ്പിൾ അവർക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് കാര്യങ്ങൾ, ലാബ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അവിടെ കവർ ചെയ്യുമോ? എവിടെയാണ് നമ്മുടെ ഈ ക്യാമ്പസ് വരുന്നത്? ഫെസിലിറ്റീസ്? യെസ്, ഈ ഫെസിലിറ്റി, ഈ ഒരു ക്യാമ്പസ്, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ്. അപ്പോൾ അവരുടെ കോട്ടക്കലുള്ള ക്യാമ്പസിലായിരിക്കും നമ്മുടെ സ്കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു +1 +2 കാലത്ത് കുട്ടികൾക്ക് വേണ്ട ലാംഗ്വേജുകൾ, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ലാബുകൾ, ഇതിൻ്റെ എല്ലാം സംവിധാനം ഇൻഹൗസ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. ഒരു ആവശ്യത്തിനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ മാൻഡറ്ററി ആയിട്ട് അറ്റൻഡൻസ് ഇടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യണം, കോൺടാക്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ ഫെസിലിറ്റീസും അടങ്ങുന്ന ക്യാമ്പസാണ്. ഒരു കേരളത്തിലെ മറ്റ് JEE ക്യാമ്പസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് X&Yക്കുള്ളൊരു യുണീക്ക് പ്രപ്പോസിഷൻ എന്നുള്ളത്, അപ്പോൾ നമ്മളൊരു 150 to 200 ആളുകളെ നമ്മുടെ JEE ബാച്ചിലോട്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ ഓൾമോസ്റ്റ് ഒരു സീറ്റ്സൊക്കെ ഒരു 80% സീറ്റ്സ് നമുക്ക് ഫില്ലായി കഴിഞ്ഞു. ഓക്കെ, അതിനുള്ള റീസൺ എന്നുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഇതിലോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഒരു യുണീക്ക് അഡ്വാൻറ്റേജ് ഈ ഒരു ബാച്ചുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മറ്റ് JEE ബാച്ചുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവും? പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതിൻ്റെ നമ്പർ തന്നെയാണ്. കാരണം നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, ഇൻക്ലൂഡിങ് IITians NITians ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. അവർക്ക് ഓരോ കുട്ടിയെയും വാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ട്രെങ്ത് നമ്മൾ
ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, അതിന് മുകളിലേക്കില്ല. അപ്പോൾ ഈ ഒരു ടോപ്പ് ടീച്ചേഴ്സിൻ്റെ അറ്റൻഡൻസ് ഈ കുട്ടികൾക്ക് കിട്ടുന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സൈൻമെൻറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നല്ല സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിൻ്റെ ഒരു ഗ്രൂപ്പ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഡയറക്റ്റ്ലി ലീഡ് ചെയ്യുന്നതും ഇതിൻ്റെ ഹോസ്റ്റൽ സംവിധാനങ്ങളാവട്ടെ അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജുകളൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെഇക്ക് ഫോക്കസ്ഡ് ആയിട്ട് നല്ല ലെവലിലുള്ള ക്ലാസ്സുകൾ, നല്ല ലെവലിലുള്ള എക്സാമുകൾ, PYQs ഒക്കെ തുടക്കം മുതൽ ചെയ്തു തുടങ്ങുക എന്നുള്ള രൂപത്തിലുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജെഇ തന്നെയാണ് അവരുടെ ഫോക്കസ്. അവർക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസ് അടക്കം നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. ഈ വളരെ ചെറിയ ബാച്ചിൻ്റെ ഒരു അറ്റൻഷൻ നമ്മുടെ ഈ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വലിയ അഡ്വാൻറ്റേജ്. എന്നാൽ ഇനിയൊരു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആയിട്ട് നമ്മുടെ ഒരു ബ്ലെൻഡഡ് ബാച്ചിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരിക്കും, എപ്പോഴൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക, ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ നമുക്കത് കവർ ചെയ്യാൻ സാധിക്കുമോ, എന്താണ് നമ്മുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നൊരു കാഴ്ച പലപ്പോഴും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആദ്യത്തെ ഒരു 4 മാസം നമ്മൾ കവർ ചെയ്യുന്നതിൻ്റെ ഒരു പകുതി പോലും എന്ത് ചെയ്യാറില്ല, ചാപ്റ്റേഴ്സ് കവർ ചെയ്യാറില്ല. അങ്ങനെ ആദ്യത്തെ 4 മാസം കഴിഞ്ഞു, ഇപ്പം അടുത്ത 4 മാസം കഴിയാണ്. ഇപ്പം ഞാൻ ചോദിക്കുമ്പം അവർ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത്, ആദ്യത്തെ 4 മാസം വളരെ സ്ലോ ആയിട്ട് പോവുകയും അടുത്ത 4 മാസം ഭയങ്കര ഫാസ്റ്റായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ വളരെ നേരത്തെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഏപ്രിലിൽ തന്നെ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഒരേ സ്പീഡിൽ ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യാണ്, സെയിം പേസിൽ സെയിം ഇൻറ്റൻസിറ്റിയിൽ കുട്ടികളെ കൊണ്ടുപോവുകയാണ്. നല്ല രൂപത്തിൽ തന്നെ അതെ, സെയിം ടീച്ചേഴ്സാണ്, സെയിം ലെവലിലുള്ള ക്ലാസ്സുകൾ, സെയിം എക്സാമിനേഷൻസ് തന്നെയാണ് എന്ത് ചെയ്യുക നമ്മുടെ ഓൺലൈൻ ബ്ലെൻഡഡ് ബാച്ചുകളിൽ ഉണ്ടായിരിക്കുക. ഏറ്റവും വലിയ പ്രത്യേകത ഏപ്രിൽ മുതൽ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കുക. സൂമിലൂടെ കുട്ടികൾക്ക് ഇൻറ്ററാക്ട് ചെയ്ത് ഡൗട്ടുകളടക്കം ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. പിന്നെ നല്ല മെൻറ്റർഷിപ്പ് ത്രൂ ഔട്ട് കുട്ടികളെ ഫോളോ ചെയ്യാനുള്ള മെൻറ്റർഷിപ്പ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ റിസോഴ്സുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അത് ഇൻ്റഗ്രേറ്റഡ് ആവട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ആവട്ടെ, അവർക്കുള്ളൊരു എക്സാമിനേഷൻ സിസ്റ്റം എങ്ങനെയാണ്, നമ്മൾ ഒരു ജെഇക്ക് എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റുകൾ എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബാച്ചിന് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി ടെസ്റ്റുകളായിട്ടാണ് തുടങ്ങുക. യൂണിറ്റ് ടെസ്റ്റുകൾ ആദ്യം ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റുകളായിട്ട് തുടങ്ങി. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ 3 hour ലെങ്ത്തിലുള്ള മോഡൽ എക്സാമുകൾ വരും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് +2 എത്തുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് എല്ലാ ആഴ്ചയും 3 hour എക്സാമുകളിലേക്ക് മാറി. ഇപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള +2 ബാച്ചിലൊക്കെ ഉള്ള കുട്ടികൾ വീക്ക്ലി 2 or 3 എക്സാമിനേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, 3 hour എക്സാമിനേഷൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു 100 കണക്കിന് മോർ ദാൻ 100 ഡെഫിനറ്റ്ലി 100, 200 3 hour എക്സാമുകൾ ഈ ഒരു 2 വർഷത്തെ കാലയളവിൽ നമ്മുടെ കുട്ടികൾ കടന്നു പോകും. അപ്പോൾ ഒരു ജെഇക്ക് വേണ്ട, ജെയുടെ സിസ്റ്റം നമ്മൾ വിശദീകരിച്ചു, ജെഇക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻ്റെ റിഗറസ്നെസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് നമ്മുടെ എക്സാൻവൈയുടെ ഓഫ്ലൈൻ ആസ് വെൽ ആസ് നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിദേശത്തുള്ള ആളുകൾക്ക് ഇതിൽ ചേരാൻ സാധിക്കുമോ, അവർക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും GCCയിലുള്ള കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എല്ലാ GCC പാരൻസും പറയുന്ന ഒരു കാര്യം, GCCയിൽ ആക്ച്വലി സ്കൂളിംഗ് ആവട്ടെ കോച്ചിങ് ആവട്ടെ ഇന്ത്യയിൽ ആ ഒരു ക്വാളിറ്റിയിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. സോ ഡെഫിനറ്റ്ലി എക്സൈൻവൈൻ്റെ ഓൺലൈൻ ബാച്ചിൽ GCC കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ ആക്ച്വലി GCCയുടെ സ്കൂൾ ഷെഡ്യൂളുമായിട്ട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, GCC കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കൂൾ ഷെഡ്യൂളും വെക്കേഷൻ ഷെഡ്യൂളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നതാണ്. സോ GCCയിലുള്ള കുട്ടികൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് അവരുടെ സ്കൂൾ അവിടെ ചൂസ് ചെയ്യുക. എക്സൈൻവൈൻ്റെ ഓൺലൈൻ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ദാസ CIWG സ്കീമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ +2ൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറയുന്ന ജനുവരി സെഷനിൽ തന്നെ NITയോ IIITയോ സീറ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ താഴെ ലിങ്ക് കാര്യങ്ങൾ നൽകാം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഞാനും ഷഫീർ സാറായിട്ട് നേരിട്ട് സംസാരിക്കാം. അതിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിൽ നമുക്ക് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 10 കഴിഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും ജെഇ പ്രിപ്പറേഷൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്തായിരിക്കും, ആൻഡ് ഓൾസോ എക്സൈൻവൈൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, ഫീസ് മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ വെബിനാറിൽ അറിയാം. യെസ്, ഓക്കെ. സോ താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അത്യാവശ്യം എല്ലാം നന്നായി കിട്ടിയെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വെബിനാറിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ ജോയിനിങ് ദിസ് വീഡിയോ. അതോടൊപ്പം കൂടുതൽ കരിയർ റിലേറ്റഡ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.